ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ LP-UP എക്സാം നമ്മൾ വളരെ വിജയകരമായി എഴുതി തീർത്തു. അപ്പോൾ അതിൻ്റെ ഫൈനൽ കീ എല്ലാം വന്നിരിക്കുകയാണ്. ഫൈനൽ കീയുടെ ആൻസർ വെച്ച് നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് ഉണ്ട് എന്ന് എല്ലാവരും കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം കഴിഞ്ഞ വർഷത്തെ ഒരു കട്ട് ഓഫ് ഒക്കെ വെച്ചിട്ട് അതിന് മുകളിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട് എങ്കിൽ ഇത് വളരെ കറക്റ്റായിട്ടുള്ളൊരു ടൈമാണ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുവാൻ. അതായത് ഷോർട്ട് ലിസ്റ്റ് വരാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇൻ്റർവ്യൂസിൻ്റെ ഇതുകൾ തുടങ്ങും, ഡേറ്റുകൾ വന്നു തുടങ്ങും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ശീലിച്ചാൽ അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് ടെൻഷനൊന്നും ഇല്ലാതെ വളരെ വിജയകരമായി ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതിന് നിങ്ങളെ സഹായിക്കുന്ന 10 ട്രിക്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ശീലിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്. ന്യൂസ് പേപ്പർ റീഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പോലെ കറണ്ട് അഫെയർസ് എഴുതി വയ്ക്കുകയല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾ ഓരോ കാര്യങ്ങളും വിശദമായി തന്നെ ന്യൂസ് പേപ്പർ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് വിശദമായി എന്താണ് ആ കാര്യമെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കർഷക സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണ് കാര്യമെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയണം. കാരണം വൺ വേർഡ് ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുക. ഓക്കെ, അപ്പോൾ വിശദമായി വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സെക്കൻഡ് വൺ ഹോബിയാണ്. ഒരു നല്ല ഹോബി സെറ്റ് ചെയ്ത് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, റീഡിംഗ് ആണ് നിങ്ങളുടെ ഹോബി എങ്കിൽ അത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് അവരോട് പറയുക. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുഗതകുമാരിയുടെ ബുക്സ് വായിക്കുക, അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഹോബി. അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ആ ഹോബിയിൽ അത് സുഗതകുമാരിയുടെ കൃതികളിൽ നിന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുക. അപ്പോൾ എന്ത് ഹോബിയാണോ നിങ്ങളുടെ അത് പറയുക. ഇപ്പോൾ ക്രാഫ്റ്റ് വർക്ക് ആണെങ്കിൽ അങ്ങനെ പറയുക. റൈറ്റിംഗ് ആണ്, ഇപ്പോൾ പോയമൊക്കെ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ അത് പറയുക. വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനെ ചെയ്യുക. മൂന്നാമത്തേത് ഡെമോ ക്ലാസ്സിൻ്റെ ടോപ്പിക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് ക്ലാസ് എടുക്കാൻ പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് ഒരു ടോപ്പിക്ക് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അല്ലെ, ഒരു 5 മിനിറ്റിൽ താഴെയുള്ള ടോപ്പിക്സ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. വളരെ ചെറിയ ടോപ്പിക്സ് നല്ല രീതിയിൽ എക്സാമ്പിൾസ് വെച്ചിട്ട് കൺവേ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പ്രിപ്പയർ ചെയ്ത ടോപ്പിക്കിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടീച്ചിങ് എയ്ഡ്സ്, വളരെ ചെറിയ ചെറിയ എന്തെങ്കിലും ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൈപിടിച്ച് കൊണ്ടുപോവുക. അത് വളരെ എഫക്റ്റീവായിരിക്കും. 5 മിനിറ്റിൽ താഴെയുള്ള ക്ലാസ്സാണ് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് എക്സാമ്പിൾസൊക്കെ വെച്ച് വളരെ വൃത്തിയായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ട ചെറിയ ചെറിയ ടോപ്പിക്സുകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ശീലിച്ച് തുടങ്ങുക. അടുത്തത് നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ്. അത് ഇപ്പോൾ തുടങ്ങി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ നമ്മൾ ടെൻഷനൊക്കെ നമ്മളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അവർ മനസ്സിലാക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന്മാരോ ചേച്ചിമാരൊക്കെ ഉണ്ടാവില്ല, അവരുടെ മുന്നിൽ നിന്നിട്ടൊക്കെ ക്ലാസ്സുകളൊക്കെ ചെറിയതായിട്ട് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പിയറൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ടീച്ചിങ് പോസ്റ്റിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുന്നത് കൊണ്ട് ഗേൾസ് സാരി ഉടുത്ത് പോകുന്നതാണ് അഭികാമ്യം. പിന്നെ ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഷർട്ടും പാൻസും, ഷർട്ട് ഇൻസൈഡ് ചെയ്ത് ഫോർമൽ ലുക്കിൽ വേണം പോകാനായിട്ട്. നമ്മുടെ അപ്പിയറൻസിൽ നമ്മൾ ടീച്ചറാണെന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഉണ്ടാകണം. ഓക്കെ, ചിലപ്പോൾ ചില ഇൻ്റർവ്യൂസിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് ആവശ്യപ്പെടാം. അങ്ങനെയാണെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവൻ വളരെ ബ്രീഫായിട്ട് ചെറിയ രീതിയിൽ 5-6 സെൻറ്റൻസിൽ ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അതിൽ നമ്മളുടെ ഡീറ്റെയിൽസും നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും എല്ലാം ഉൾക്കൊള്ളുന്ന വിധത്തിലുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്തുകൊണ്ട് നിങ്ങൾ ടീച്ചിങ് പ്രൊഫഷൻ തിരഞ്ഞെടുത്തു? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്ത് ഉത്തരം പറയണമെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ആ സമയത്ത് നമ്മൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമായിരിക്കും, എന്നാലും ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കണ്ടുവെക്കണം. ഓക്കെ, അടുത്തത് പ്രൊജക്ട്സ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ. അതായത് നമ്മളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ കുറേ പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ നമ്മളിപ്പോൾ എന്താ പറയുക, എൻ്റെ മരം എന്നൊക്കെ പറയുന്ന പദ്ധതികളുണ്ടല്ലോ, അതുപോലത്തെ കുറേ പദ്ധതികൾ സ്കൂളിൽ നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതികളൊക്കെ ഓരോന്നും നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ഇപ്പോൾ തന്നെ അത് കളക്ട് ചെയ്ത് പഠിച്ച് തുടങ്ങണം. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷൻസ്. നമ്മൾ സ്കൂളുകളിൽ പല ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അല്ലേ, അതായത് വായനാ ദിനം തുടങ്ങിയ പല ആഘോഷങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ആരുടെ പേരിൽ എന്തിനു വേണ്ടിയാണ് ആഘോഷിക്കുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുകയും അതുപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ട് നമ്മൾക്ക് എങ്ങനെ അത് കുട്ടികളെ കൊണ്ട് ആഘോഷിപ്പിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുകയും വേണം. അപ്പോൾ അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക തന്നെ വേണം. ഓക്കെ, അടുത്തത് 10ാമത്തതാണ്, നമ്മളൊരു സബ്ജക്റ്റ് എക്സ്പെർട്ട് എന്തായാലും ആ പാനലിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും.
ചോദിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ആൻസർ പറയാനായിട്ട് സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ LP-UPക്ക് പഠിച്ചത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ടോപ്പിക്ക് നമ്മുടെ സബ്ജക്റ്റ് സയൻസ് ആണെങ്കിൽ ആ സയൻസ് ടോപ്പിക്സ് നമ്മൾ LP-UPയുടെ സിലബസിൽ പഠിച്ചത് വളരെ ബേസിക് ആണല്ലോ. ആ കാര്യങ്ങളെങ്കിലും ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും കിട്ടില്ലെങ്കിൽ വളരെ മോശമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ടൈം കിട്ടുമ്പോൾ പഠിച്ചു തുടങ്ങിക്കോളാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 10 കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തുടങ്ങി തന്നെ ശീലിച്ചു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ 10 കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുകയും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം അത് പരിശീലിക്കുകയും ചെയ്യുക. ഇനി ആ ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഉൾപ്പെടുത്തി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡെമോ ക്ലാസ് എടുക്കാൻ പറ്റിയ 5 മിനിറ്റിൽ താഴെയുള്ള ടോപ്പിക്സുകൾ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ അതും സെലക്ട് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്